ഹായ്. നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്ന ലോകത്ത് ഒരേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അതായത് ഫെയിൽ ആവില്ല, നമുക്ക് 100% ഉറപ്പിൽ ചെയ്യാവുന്ന ഒരേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് അല്ല. കാരണം മാർക്കറ്റ് എന്ന് വേണമെങ്കിലും ക്രാഷ് ആവാം. അതിന് നമ്മളുമായിട്ട് റിലേറ്റഡ് അല്ലാതെ എന്ത് റീസൺ കൊണ്ടാവാം. മേ ബി ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് റിലേഷൻ കൊണ്ടാവാം, അങ്ങനെ എന്ത് കാരണം കൊണ്ടാവാം. ആ ഒരു ഫെയിൽ ആവാത്ത ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ബോണ്ടുകളല്ല. ബോണ്ടുകളിലാണെങ്കിലും എന്ത് വേണമെങ്കിലും ചേഞ്ചസ് വരാം, റൂൾസ് ചേഞ്ചസ് വരാം, ബോണ്ടിന്റെ പെർസെൻറ്റേജിൽ ചേഞ്ചസ് വരാം. അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ് അല്ല. കാരണം അതൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വേണമെങ്കിലും ചേഞ്ച് ആവാം, എന്ത് വേണമെങ്കിലും പ്രശ്നം വരാം. ഇതൊരിക്കലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല. കാരണം ബാങ്കുകളുടെ റേറ്റിനെ എപ്പോൾ വേണമെങ്കിലും RBIയുടെ റിപ്പോ റേറ്റിന്റെ ചേഞ്ച് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. ഇത് നമ്മൾ ഈ കരുതുന്ന പോലെ ചുറ്റുപാട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഒരു ഫെയിൽ ആവാത്ത ഇൻവെസ്റ്റ്മെന്റ്. ഫെയിൽ ആവാത്തുള്ള ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മളിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് ഒരിക്കലും ഫെയിൽ ആവാത്തത്. അതിനൊരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. നമ്മൾ ചെയ്യേണ്ട 3 ഇൻവെസ്റ്റ്. ഒന്ന്, നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏത് ഡൊമൈനിലേക്കാണ് നമ്മൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത്, ആ ഡൊമൈനിൽ പുതിയ എന്താ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മുടെ വർക്കിന് ഹെൽപ്ഫുൾ ആവുന്ന എന്താ കാര്യങ്ങൾ, പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് ഒരിക്കലും ഫെയിൽ ആകത്തില്ല. കാരണം നമ്മുടെ സ്കിൽസ് വളരുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ഏണിങ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹെൽത്ത്. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ ഒരു നല്ലൊരു വാക്കിംഗ് ഷൂ മേടിക്കാനോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഡമ്പല് മേടിക്കാനോ, അങ്ങനെ ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ജിം മെമ്പർഷിപ്പ് എടുക്കാനോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്നും നമുക്കൊരു ലൈഫിൽ അതൊരു അസറ്റായിട്ട് വന്നിട്ടിരിക്കും. കാരണം നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഏൺ ചെയ്യാനുള്ള കൂടുതൽ പവറാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ഏണിംഗ് ആണ് നെറ്റ് വർക്കിംഗ്. അതായത് നമ്മൾ ഏത് ഡൊമൈനിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, ആ ഡൊമൈനിലുള്ള പല ആളുകളുമായി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ തന്നെയാണ് പല ആൾക്കാരും പല ട്രെയിനിങ് മെറ്റീരിയൽസ് ഇടുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുറത്ത് പോയി ഒരു ഫുഡ് കഴിക്കുന്നതിന് അത്രയും കോസ്റ്റൊക്കെ വരുള്ളൂ വിളിച്ച് ചാർജ് ചെയ്യുന്നത്. അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വലിയ നോളജ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ആ ഡൊമൈനിൽ തന്നെ പല ആളുകളും പല കാര്യങ്ങളും പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയാസ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അങ്ങനെ ഈ 3 കാര്യങ്ങളാണെങ്കിലും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിൽ നോളജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി, അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഏണിങ്സിന്റെ ഒരു 10% എങ്കിലും നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ദ ടൈം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കും. കാരണം ഈ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളെ ഇതുകൊണ്ട് നമ്മുടെ ഏണിങ്സ് കൂടും. അപ്പോൾ ആ ഏണിങ്സ് കൂടുമ്പോൾ നമ്മുടെ ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതായത് സ്റ്റോക്കിലാണെങ്കിലും FD ആണെങ്കിലും സേവിങ്സ് ആണെങ്കിലും എല്ലാത്തിലും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി എൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി ഇങ്ങനെയാണ്. രാഹുൽ ഒരു കമ്പനിയിൽ ഒരു IT കമ്പനിയിൽ അവിടുത്തെ സിസ്റ്റം അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അവൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അവൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുത്ത് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെ ഏകദേശം ആ കമ്പനിയിൽ 8 കൊല്ലത്തോളം വർക്ക് ചെയ്യുവാണ്. അവനവിടെ ജൂനിയർ അനലിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. കമ്പനി ഓവർ ദ ടൈം വലുതായപ്പോൾ അവൻ്റെ കൂടെ പല ടീം മെമ്പേഴ്സ് വന്നു. അങ്ങനെ ഒരു സ്റ്റേബിൾ ലൈഫ്. വീട്ടിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു 10% അവൻ സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു. ബാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പുതിയ ഗാഡ്ജറ്റുകൾ, പുതിയ കാര്യങ്ങൾ, ലൈഫ് അതിനൊപ്പം അവൻ അപ്ഗ്രേഡ് ചെയ്യുന്നു. അങ്ങനെ പുറത്തു നോക്കുമ്പോൾ വളരെ ഡിസിപ്ലിൻ ഉള്ള നല്ലൊരു ലൈഫാണ് അവൻ്റെത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ കമ്പനി ഒരു 2-3 ക്ലയൻസിനെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ആ ക്ലയൻസിനെ കിട്ടുന്ന അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ആളെ, പല സിസ്റ്റം അനലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അവരുടെ കമ്പനിയിൽ ഇപ്പോൾ പലരും ഇവൻ്റെ ജൂനിയർ ആണ്. ഇവരാണ് അവിടെ ഏറ്റവും സീനിയർ. അപ്പോൾ വലിയ കുറച്ച് ക്ലയൻസിനെ കിട്ടിയപ്പോൾ അവരുടെ ക്ലയൻസിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാളെ പ്രൊമോട്ട് ചെയ്ത്
സിസ്റ്റം അനലിസ്റ്റ് മാനേജറായിട്ട് വെക്കാൻ അവരുടെ കമ്പനി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ വിചാരിച്ചിരുന്നത് അവന് തന്നെ ആ ജോലി എന്തായാലും കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻറ്റിലാണ് ഇരുന്നത്, അവൻ ആ പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ കമ്പനി അങ്ങനെ പല കാൻഡിഡേറ്റ്സിന് അവരുടെ നിന്നുള്ള ഇന്റേണൽ ഇൻ്റർവ്യൂ നടത്തുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡേവിഡ് എന്ന് പറഞ്ഞ അവനേക്കാളും ജൂനിയറായ, അതായത് ആ കമ്പനിയിൽ വെറും 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ, ടോട്ടൽ ഒരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ആ ഒരു ജോലി കിട്ടുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഇവനാകെ ഒരു ഡൗൺ ആയപ്പോൾ അവൻ്റെ മാനേജറിൻ്റെ അടുത്ത്, അവരുടെ കമ്പനിയുടെ സിഇഒയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. എന്താണ് അവന് ഈ പൊസിഷൻ കൊടുക്കാതെ മറ്റേ ഡേവിഡിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ പറയുന്നു, ഡേവിഡ് ഇപ്പോഴത്തെ ഉള്ള പുതിയ ലേറ്റസ്റ്റ് ആയുള്ള പല AI ടൂൾസും പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസും അങ്ങനെ കസ്റ്റമർ അനാലിസിസിന് വേണ്ട ടൂൾസും അങ്ങനെ എല്ലാം പുതിയ ലേറ്റസ്റ്റ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അവൻ അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അതിൻ്റെയൊക്കെ ബേസിലാണ് അവൻ ആ ഒരു റോൾ കൊടുത്തേ എന്ന് പറയുന്നു. അപ്പോഴാണ് ഇവന് ഈ കാര്യം മനസ്സിലാവുന്നത്. കഴിഞ്ഞൊരു 8 കൊല്ലമായിട്ട് ഇവൻ പുതിയതായിട്ടൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അവൻ അറിയാവുന്ന സ്കിൽസ്, അവൻ അറിയാവുന്ന നോളജ് കൊണ്ട് മാത്രമാണ് അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇപ്പോൾ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ അവൻ പഴയ മോഡലിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്താണ് പ്രസന്റേഷൻ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ ഡേവിഡ് ആണെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ടൊക്കെ നല്ല രീതിയിൽ പ്രസന്റേഷൻ ഉണ്ടാക്കി കണ്ടന്റൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് അറിയാം. അപ്പോൾ ഇവനിപ്പോൾ കാര്യം ക്ലിയറായി, അവൻ്റെ മിസ്റ്റേക്കാണ് കാര്യം, അവനൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവനിങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ ഒരു പഴയൊരു കൊളീഗ് ഉണ്ട്, ആ കമ്പനിയിൽ നിന്ന് പണ്ടുണ്ടായിരുന്ന വിട്ടുപോയ ഒരാൾ ഇവൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ ഇവനോട് പറഞ്ഞ അയാളോട് ഇവൻ ഇങ്ങനെ സംസാരിച്ചതിനെക്കുറിച്ചും ഇവൻ്റെ കമ്പനിയിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ചും ഇവരുടെ കമ്പനി വിട്ടുപോയി വേറെ കമ്പനി ജോലി അന്വേഷിച്ചാലോ ആലോചിക്കാമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ള സംസാരിച്ചപ്പോൾ അയാളും ഇവനോട് പറഞ്ഞതാണ്, നീ നിന്റെ സമ്പാദ്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിനക്കായിട്ട് എന്താണ് ഈ കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഇവന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇവന് കൊടുത്ത അഡ്വൈസ് ഇതാണ്, നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10% നീ സെൽഫ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് നീ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിനക്കൊരു നല്ല രീതിയിലൊരു ഗ്രോത്തിന് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നോക്കിയപ്പോൾ അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അവൻ ഒരുപാട് ആമസോൺ സബ്സ്ക്രിപ്ഷനും അങ്ങനെയുള്ള പല വീഡിയോസ് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ലേണിംഗ് സബ്സ്ക്രിപ്ഷൻ പോലും അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ ഹെൽത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവൻ പല ക്ലബ്ബുകളും മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവനൊരു നല്ലൊരു ട്രെയിനിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നിനും ഉള്ള സബ്സ്ക്രിപ്ഷൻ, ഒരു പ്രോഗ്രാമിനോ ഒരു ഇവൻറ്റും അവൻ ചെയ്തിട്ടില്ല. നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡിങ്ങിന് വേണ്ടി അവൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ ഒരു കാര്യം തീരുമാനിക്കുന്നു. അവൻ അടുത്ത മാസം മുതൽ ഒരു പുതിയൊരു അക്കൗണ്ട് തുടങ്ങുന്നു. അവന് കിട്ടുന്ന സാലറിയുടെ 10% കിട്ടുമ്പോൾ തന്നെ അവൻ ആ അക്കൗണ്ടിലേക്ക് മാറ്റാൻ തുടങ്ങുന്നു. ആ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന അക്യുമുലേറ്റഡ് എമൗണ്ട് അവനിങ്ങനെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഓരോ കാര്യത്തിന് സബ്സ്ക്രിപ്ഷനും ഓരോ കാര്യത്തിനായിട്ടൊക്കെ അവൻ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ പുതിയ ജിം മെമ്പർഷിപ്പ് എടുക്കുന്നു. അങ്ങനെ എല്ലാമായി അവൻ കൃത്യമായിട്ട് പഠിക്കാനും പുതിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും എല്ലാം ശ്രമിക്കുന്നു. ലിങ്ക്ഡിനിൽ തന്നെയാണല്ലോ പല സർട്ടിഫിക്കേഷൻസും അവൻ രാവിലെ കുറച്ച് സമയം അതിനുവേണ്ടി 1 മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെച്ച് അവൻ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചെയ്ത് അവന് പല സർട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നു. അങ്ങനെ അവൻ്റെ ഓൺലൈനുള്ള വിസിബിലിറ്റി എല്ലാം നല്ല രീതിയിൽ കൂടുന്നു. അങ്ങനെ അവന് നോളജ് കൂടി, അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറൊരു വലിയൊരു കമ്പനിയിൽ നിന്ന് അവനൊരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നു. അവനോട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെ റൈറ്റ് കാൻഡിഡേറ്റ് ആണെന്ന് പറയാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇപ്പോൾ പണ്ടുള്ള സാധാരണയുള്ളവൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആണ്, എല്ലാം ഫാസ്റ്റ് ലേണറാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അവൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥ ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഓൾമോസ്റ്റ് ഉള്ള പുതിയ AI ടൂൾസുകളെ കുറിച്ചുള്ള നല്ല നോളജ് ഉണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു ടാലൻറ്റ് അവനിപ്പോൾ ഉണ്ട്. അവൻ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ രീതിയിലൊക്കെ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അങ്ങനെ നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസറാണ് അവൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അത് അവിടുത്തെ ഇൻ്റർവ്യൂ ബോർഡിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവന് ഇപ്പോഴുള്ള സാലറിയുടെ ഒരു 4 ടൈംസ് സാലറിയിൽ അവൻ അവിടെ ഒരു ഓഫർ കൊടുക്കുന്നു. അവൻ അവിടുത്തെ ഒരു അനലിസ്റ്റ് മാനേജറായിട്ട് അവൻ്റെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് അവനിപ്പോൾ വർക്ക് ചെയ്തിരുന്ന ആ കമ്പനിയേക്കാളും ഒരു 4 ടൈംസ് വലിയൊരു കമ്പനിയാണ്. പല ഫെസിലിറ്റീസും എല്ലാം അവന് കിട്ടുന്നു. അപ്പോൾ കിട്ടി അവനവിടെ ലൈഫിൽ സെറ്റിലായി. അപ്പോൾ ഇതിൻ്റെ ബേസ് ഇതാണ്, നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഗ്രോത്ത് വേണമെങ്കിൽ നമ്മളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ഏണിങ്സിന് ഒരു പോർഷൻ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്
റൺ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഫൈനാൻഷ്യൽ ആംഗിൾ സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ ഏണിങ്സ് എത്രയാണോ അതിൻ്റെ ഒരു 10-20% എന്തായാലും നമ്മളൊരു ഫ്യൂച്ചറിലേക്കുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എന്തായാലും നമ്മൾ മാറ്റണം. ബാക്കി ഒരു 10% എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ മിനിമം മാറ്റിയിരിക്കണം. എന്നാലാണ് ഓവർ ദ ടൈം നമുക്ക് ആ എമൗണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനത്തെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.